ഹലോ എവരിവൺ, എല്ലാവർക്കും AZB അക്കാഡമിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മൾ വന്നിരിക്കുന്നത് PSCയുടെ പുതിയ നോട്ടിഫിക്കേഷൻ വന്നിരുന്നു. അതായത് 2024 കാലഘട്ടത്തിലേക്കുള്ള എക്സാമുകളൊക്കെ അപേക്ഷിച്ചിട്ടുള്ളവരാണ് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ എഴുതിയിട്ടുള്ള എക്സാമിനേഷൻസിനുള്ള എന്താണ് ഡേറ്റ്, അതേപോലെ തന്നെ എന്തായിരിക്കും സിലബസ് വരുന്നത്, ഓക്കെ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അഡ്മിഷൻ ടിക്കറ്റ് അല്ലെങ്കിൽ ഹാൾ ടിക്കറ്റ് നിങ്ങൾക്ക് ലഭിച്ചു തുടങ്ങും. ഒക്കെയുള്ള അതുപോലുള്ള അതേപോലെ ഏതൊക്കെ എക്സാമുകളാണ് അവർ പോസ്റ്റ്പോൺ ചെയ്തിട്ടുള്ളത്, അതിനെക്കുറിച്ചുള്ള ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്ത് ചെയ്തൊരു PSC നോട്ടീസായിട്ട് ഇറക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ നമ്മുടെ കേരള PSC എന്ത് ചെയ്യുന്നു, അടുത്തിടയ്ക്ക് ഒരു നോട്ടീസ് ഇറക്കിയിരുന്നു. അപ്പോൾ അവർ ഏതൊക്കെ എക്സാമുകളാണ് ഈ അടുത്ത മാസങ്ങളായിട്ട് അവർ നടത്താൻ പോകുന്നത്, ഓക്കെ അതിൻ്റെ സിലബസ് എന്തായിരിക്കും, ഏതൊക്കെ പോസ്റ്റിലേക്കായിരിക്കും, ഏതാണ് കാറ്റഗറി നമ്പർ, എത്ര മണിക്കൂർ എക്സാമാണ്, എത്ര പേപ്പർ 1ഉം 2ഉം ഉണ്ടോ, മെയിൻസ് ആണോ അതോ എന്താണ് പ്രിലിംസ് എക്സാമിനേഷൻസ് ആണോ, അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്ത് ചെയ്യും ആണ് PSC കൊടുത്തിട്ടുള്ളത്. അതിന് പ്രധാനമായിട്ടും നോക്കേണ്ടത് ആദ്യമായിട്ട് ഓക്കെ ഫസ്റ്റ് അതിൻ്റെ ചുവന്ന ലെറ്ററിങ് കാണാൻ പറ്റുന്നുണ്ടല്ലോ, ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് 23/9/2025 ചൊവ്വാഴ്ച എക്സാം എഴുതാനിരുന്ന ആളുകൾക്ക്, അതായത് ഏത് എക്സാം ആണ് പ്രത്യേകിച്ച് നോക്കുക. കാറ്റഗറി നമ്പർ 033/2024, അതേപോലെ തന്നെ 238/2024, അതേപോലെ തന്നെ 385/2024 എന്നീ പറഞ്ഞ കാറ്റഗറിയിൽ നമ്പറിൽ പെടുന്ന എന്താണ് നമ്മുടെ കേരള വാട്ടർ അതോറിറ്റിയുടെ കീഴിൽ വരുന്ന ഗ്രേഡ് 2 അല്ലേ, അതാണ് ഓവർസിയർ ഗ്രേഡ് 2, ഗ്രേഡ് 3, അതേപോലെ എന്താണ് ഗ്രൗണ്ട് വാട്ടർ ഡിപ്പാർട്ട്മെന്റ് മെറ്റൽ ഡ്രാഫ്റ്റ്സ്മാൻ ഗ്രേഡ് 2, അതേപോലെ തന്നെ മെറ്റൽ വർക്ക് സൂപ്രണ്ട്, ഓക്കെ കൺസർവേഷൻ ഡിപ്പാർട്ട്മെന്റ് മെറ്റൽ വർക്ക് സൂപ്രണ്ട് എന്നീ തസ്തികയിലേക്കുള്ള എക്സാമുകളാണ് എന്ത് ചെയ്യുന്നത് അവർ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. 23/9/2025 എക്സാം എഴുതാൻ കാത്തിരിക്കുന്നവരാണെങ്കിൽ നിങ്ങളുടെ എക്സാം മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. പുതുക്കിയ തീയതി എന്ത് ചെയ്യും അവർ അറിയിക്കുന്നതായിരിക്കും. PSCയുടെ എന്ത് ചെയ്യും നോട്ടിഫിക്കേഷൻ അത് വ്യക്തമായിട്ട് തന്നെ പറയേണ്ടതുണ്ട്. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ വന്നിരിക്കുന്നത് എന്താണ് അത് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. 346/2024 എന്താണ് ഡിവിഷണൽ അക്കൗണ്ട്സ് ഓഫീസർ, അതാണ്. അപ്പോൾ ഡിപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞാൽ കേരള വാട്ടർ അതോറിറ്റി കീഴിൽ സ്റ്റേറ്റ് വൈഡ് ആയിട്ടുള്ള എക്സാം ആയിരുന്നു. ഓക്കെ, സ്റ്റേറ്റ് വൈഡ് എക്സാം ആണ്. അതെന്ന് പറയുന്നത് പേപ്പർ 1, 2 എന്ന രീതികൾ. ഓക്കെ, പേപ്പർ 1, 2 എന്ന് പറയുന്നത് പേപ്പർ 1 എന്ന് പറയുന്നത് 9 to 12:20 വരെ ആയിരിക്കും. പേപ്പർ 2 എന്ന് പറയുന്നത് 1:30 to 4:50 വരെ ആയിരിക്കും അല്ലേ, 4:50 വരെ ആയിരിക്കും പേപ്പർ 2 എന്ന് പറയുന്നത്. അപ്പോൾ ആ ദിവസത്തെ അതായത് മൺഡേ എന്ത് ചെയ്യും, അതായത് 1/9/2025 എക്സാമിനേഷൻ എന്ന് പറയുന്നത്. 1/9/2025 എക്സാമിനേഷൻ ആണ്. പേപ്പർ 1ഉം 2ഉം ഉണ്ട്. രാവിലെ എന്ന് പറഞ്ഞാൽ രാവിലെ എക്സാം ആണ്. 9 മണി തൊട്ട് 12:20 വരെ ഫസ്റ്റ് പേപ്പർ. അതാണ് തിരിച്ചു പിന്നെ ചോറൊക്കെ കഴിച്ചിട്ട് വന്നിട്ട് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഒരു 1:30 തൊട്ട് 4:50 വരെ പേപ്പർ 2 ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. അഡ്മിഷൻ ടിക്കറ്റ് എന്ന് പറഞ്ഞാൽ 18/8/2025 നിങ്ങൾക്ക് ഹാൾ ടിക്കറ്റ് നിങ്ങൾക്ക് ലഭിച്ചു തുടങ്ങും. അതേപോലെ തന്നെ പേപ്പർ 3 പേപ്പർ ഉണ്ട്. പേപ്പർ 1, 2, 3 എന്ന് പറഞ്ഞാൽ പേപ്പർ 1ഉം 2ഉം ഇത്രയാണ് 150 മാർക്കിനാണ്. ഓക്കെ, പേപ്പർ 3 എന്ന് പറഞ്ഞാൽ 200 മാർക്കിനാണ്. ഇംഗ്ലീഷിലായിരിക്കും ഫസ്റ്റ് പേപ്പർ എഴുതുന്നത്. സെക്കൻഡും തേർഡും പേപ്പർ നിങ്ങൾക്ക് ഇംഗ്ലീഷിലോ മലയാളത്തിലോ ഏതാണ് ഓപ്റ്റ് ചെയ്യുന്നത് വെച്ചാൽ അങ്ങനെ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. ഓരോ പേപ്പർ 3 മണിക്കൂർ വീതം ഉണ്ടായിരിക്കുന്നതായിരിക്കും. ഓക്കെ, അടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അടുത്തത് 723/2024, 724/2024, 725/2024 എന്ന് പറയുന്നത് എന്താണ് ജനറൽ സർവീസിന് കീഴിൽ വരുന്നതാണ്. ഓക്കെ, കാറ്റഗറി നമ്പർ അപ്പോൾ നിങ്ങൾ എക്സാം ഒക്കെ എന്ത് ചെയ്യുക കൊടുത്തിട്ടുള്ളവരാണെങ്കിൽ കാറ്റഗറി നമ്പറൊക്കെ എന്ത് ചെയ്യുക ഓർത്ത് വെക്കുക. 723/2024, ഓക്കെ 723/2024, അതേപോലെ തന്നെ 724/2024, 725/2024 എന്നീ പറയുന്ന കാറ്റഗറി നമ്പറിൽ എഴുതിയ നിങ്ങൾ കൊടുത്തിട്ടുള്ളവരാണ് നിങ്ങളെങ്കിൽ എന്ത് ചെയ്യുക ജനറൽ സർവീസിന് കീഴിലാണ് വരുന്നത്. ഓക്കെ, സ്റ്റേറ്റ് വൈഡ് ആണ് വരുന്നത്. നമുക്ക് കാണാൻ പറ്റും അല്ലേ, സ്റ്റേറ്റ് വൈഡ് ആണ് വരുന്നത്. അത് ഇതേപോലെ പേപ്പർ 1ഉം 2ഉം 3 ഉണ്ട്. ഓക്കെ, അത് ഈ പറഞ്ഞ ഏത് ദിവസമാണ് നോക്കി കഴിഞ്ഞാൽ എന്താണ് 1/9/2025 ഈ പറയുന്ന 3 പേപ്പറും വരുന്നത്. ഈ 3 കാറ്റഗറി നമ്പറിൽ വരുന്ന എക്സാമുകളും 1/9/2025 വരുന്നത്. അതായത് 8-ാം മാസം, അതായത് 18/8/2025 ഹാൾ ടിക്കറ്റ് ഇഷ്യൂ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, പേപ്പർ എന്ന് പറഞ്ഞാൽ 3 രീതിയിലായിരിക്കും വരുന്ന എക്സാം. അതായത് പേപ്പർ 1, 2, 3 രീതിയിലായിരിക്കും. പേപ്പർ 1 എന്ന് പറയുന്നത് 150, പേപ്പർ 2 150, പേപ്പർ 3 200 മാർക്ക്, മൊത്തത്തിൽ 500 മാർക്കിനായിരിക്കും ഈ 3 എണ്ണത്തിനകത്ത്. ഓക്കെ, അതുപോലെ ഓരോ പേപ്പർ എഴുതാനും 3 മണിക്കൂർ വീതം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ആദ്യത്തെ പേപ്പർ ഇംഗ്ലീഷിലും ബാക്കി 2 പേപ്പർ ഇംഗ്ലീഷിലും മലയാളത്തിലും നിങ്ങൾക്ക് ഇഷ്ടാനുസരണം എന്ത് ചെയ്യാൻ പറ്റും എഴുതാൻ സാധിക്കുന്നതായിരിക്കും. അടുത്ത് നോക്കുകയാണെങ്കിൽ 771/2024, 772/2024, 773/2024 എന്നീ പറയുന്ന 3 കാറ്റഗറി നിങ്ങൾ നോക്കുകയാണെങ്കിൽ കാണാൻ പറ്റും. ജനറൽ അക്കൗണ്ടന്റ് ST, അതേപോലെ എന്താണ് LC ഓർ AI, അതേപോലെ എന്താണ് OBC എന്നീ പറയുന്ന കാറ്റഗറി വരുന്നതാണ്. ഇത് 3 മെയിൻസിലുള്ള എക്സാമാണ്. ഒക്കെ മെയിൻസ് എക്സാം ആണ്. കേരള ജനറൽ സർവീസിന് കീഴിലാണ് വരുന്നത്. സ്റ്റേറ്റ് വൈഡ് ആണ് എക്സാം. തൊട്ട് മുമ്പ് പറഞ്ഞ പോലെ തന്നെ 1/9/2025 എക്സാം വരുന്നത്. 18/8/2025 എന്ത് ഹാൾ ടിക്കറ്റ് ഇഷ്യൂ ആവും. പേപ്പർ 1, 2, 3 എന്ന് പറയുന്ന രീതിയിൽ എന്താണ് പേപ്പറുകളുണ്ട്. തൊട്ട് മുമ്പേ പറഞ്ഞ രീതിയിലായിരിക്കും മാർക്ക് വരുന്നത്. അതേപോലെ തന്നെ പേപ്പർ 1 നിങ്ങൾക്ക് ഇംഗ്ലീഷിലും, പേപ്പർ 2, 3 മലയാളത്തിലും അല്ലെങ്കിൽ ഇംഗ്ലീഷിലും ഇഷ്ടമുള്ള ലാംഗ്വേജ്
എന്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ലാംഗ്വേജ് വെച്ചാൽ ഇംഗ്ലീഷിലോ മലയാളത്തിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും എക്സാം എഴുതാൻ പറ്റും. 3 മണിക്കൂറായിരിക്കും ഒരു പേപ്പറിന് 3 മണിക്കൂർ വീതം കിട്ടും. ഒരു പേപ്പർ 1-ന് 3, പേപ്പർ 2-ന് 3, പേപ്പർ 3-ക്ക് 3 പറഞ്ഞ രീതിയിൽ എന്ത് ചെയ്യും സമയമൊക്കെ അലോട്ട് ചെയ്യുന്നതായിരിക്കും. അടുത്തത് 774/2024, 775/2024, അതേപോലെ എന്താണ് 776/2024 എന്നീ പറയുന്ന കാറ്റഗറി നമ്പർ നോക്കുകയാണെങ്കിൽ ഓക്കെ അതാണ് 774/2024, 775/2024, 776/2024 എന്ന് പറയുന്ന 3 കാറ്റഗറി നമ്മൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ അതാണ് ഡിവിഷണൽ അക്കൗണ്ടന്റ് SC, അതേപോലെ മുസ്ലിം, അതേപോലെ എന്താണ് T-bar-B എന്ന് പറയുന്ന രീതിയിൽ മെയിൻ എക്സാമിനേഷൻസ് വരുന്നത്. കേരള ജനറൽ സർവീസിന് കീഴിലാണ് എക്സാം വരുന്നത്. സ്റ്റേറ്റ് വൈഡ് ആണ്. തൊട്ട് മുമ്പ് പറഞ്ഞാൽ പേപ്പർ 1, 2, 3 എന്ന് പറഞ്ഞ രീതിയിലുണ്ട്. 9 മണി തൊട്ട് 12 വരെ, തിരിച്ച് 1:30 തൊട്ട് 4:50 വരെ, പിറ്റേ ദിവസം തിരിച്ചെന്താണ് 9 മണി തൊട്ട് 12 വരെ ആയിരിക്കും എക്സാം വരുന്നത്. ഓക്കെ അപ്പോൾ തൊട്ട് മുമ്പത്തെ കൂട്ട് തന്നെയാണ് എക്സാംക്ക് എന്ത് ചെയ്യും ഹാൾ ടിക്കറ്റ് വരുന്നത് ഇഷ്യൂ ആവുന്നത് 18/8/2025 മുതലേക്ക് എന്ത് ചെയ്യാം ഹാൾ ടിക്കറ്റ് ഇഷ്യൂ ആയി തുടങ്ങുന്നതായിരിക്കും. 1/9 എക്സാം എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് 776/2024, 780/2024, 781/2024 എന്നീ പറയുന്ന കാറ്റഗറി നമ്പർ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. എന്തൊക്കെയാണ് 777/2024, 780/2024, അതാണ് 781/2024 എന്നീ പറയുന്ന കാറ്റഗറി നമ്പർ എന്ത് ചെയ്യുക നിങ്ങൾ അപേക്ഷിച്ചിട്ടുള്ളവരാണെങ്കിൽ ഓർത്ത് വെക്കുക. അത് ഇതേപോലെ കേരള ജനറൽ സർവീസിന്റെ കീഴിൽ സ്റ്റേറ്റ് വൈഡുള്ള എക്സാം ആണ്. 3 പേപ്പറാണ് ഉണ്ടായിരിക്കുന്നത്. 18/8/2025 ഹാൾ ടിക്കറ്റ് എന്ത് ചെയ്യും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഓക്കെ അതേപോലെ തന്നെയാണ് 1/9/2025 എക്സാം ഉണ്ടായിരിക്കുന്നതായിരിക്കും. 3 പേപ്പറാണ് ഉണ്ടാകുന്നത്. 3 മണിക്കൂർ വീതം ഒരു പേപ്പറിന് 3 മണിക്കൂർ വീതം ലഭിക്കുന്നതായിരിക്കും. ഓക്കെ അടുത്ത് നോക്കി കഴിഞ്ഞാൽ 782/2024, 783/2024 ഇതേപോലെ കേരള വാട്ടർ അതോറിറ്റി കീഴിലുള്ള എക്സാം ആണ്. സ്റ്റേറ്റ് വൈഡ് ആണ് എക്സാം എന്ന് പറയുന്നത്. ഓക്കെ ഡിവിഷണൽ അക്കൗണ്ട്സ് ഓഫീസർ മുസ്ലിം, അതേപോലെ വിശ്വകർമ്മ എന്നീ പറയുന്ന കാറ്റഗറിയിൽ വരുന്നതാണ് എക്സാം എന്ന് പറയുന്നത്. മെയിൻസ് എക്സാം ആണ്. തൊട്ടുമുമ്പ് പറഞ്ഞ പോലെ പേപ്പർ 1, പേപ്പർ 2, പേപ്പർ 3 ഉണ്ട്. 18/8/2025 നിങ്ങൾക്ക് എന്ത് ഹാൾ ടിക്കറ്റ് ലഭിച്ചു തുടങ്ങുന്നത്. 1/9/2025 എന്ത് ചെയ്യും എക്സാം ഉണ്ടായിരിക്കുന്നതായിരിക്കും. ഓക്കെ ആണല്ലോ 3 മണിക്കൂർ എന്ത് ഒരു പേപ്പറിന് ലഭിക്കുന്നതാണ്. തൊട്ട് താഴെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം 261/2024 എന്ന് പറയുന്നത് എന്താണ് ഡിവിഷണൽ അക്കൗണ്ടന്റ് ആണ്. SSCക്ക് വേണ്ടിയാണ്. കേരള ജനറൽ സർവീസിന് കീഴിലാണ്. സ്റ്റേറ്റ് വൈഡ് ആണ്. പേപ്പർ 1, 2, 3 എന്നുണ്ട്. 18/8/2025 നിങ്ങൾക്ക് എന്ത് ഹാൾ ടിക്കറ്റ് ലഭിച്ചു തുടങ്ങുക. ഓക്കെ ആണല്ലോ തൊട്ടുമുമ്പ് പറഞ്ഞ പോലെ എന്താണ് 3 പേപ്പറാണുള്ളത്. പേപ്പർ 1, 2, 3 ആണുള്ളത്. 150, 150, 200 രീതിയിലായിരിക്കും എന്താണ് അതിന്റെ മാർക്ക് സ്കീം ഒക്കെ വരുന്നത്. ഓക്കെ 3 മണിക്കൂറായിരിക്കും എക്സാം എന്ന് പറയുന്നത്. അടുത്ത് നോക്കിക്കഴിഞ്ഞാൽ 344/2024, 345/2024 പറഞ്ഞ കേരള വാട്ടർ അതോറിറ്റി കീഴിൽ ഇതിനാണ് സ്റ്റേറ്റ് വൈഡ് ആണ് വരുന്നത്. സ്റ്റേറ്റ് വൈഡ് ആണ് വരുന്നത്. ഡിവിഷണൽ അക്കൗണ്ട്സ് ഓഫീസർ ആണ്. ഓക്കെ അതാണ് LC/AI, അതേപോലെ എന്താണ് OBC എന്നീ പറഞ്ഞ കാറ്റഗറിയിലാണ് വരുന്നത്. മെയിൻസ് എക്സാമിനേഷൻ വരുന്നത്. തൊട്ടുമുമ്പ് പറഞ്ഞ പോലെ തന്നെ 1/9/2025 എക്സാം ആണ്. 18/8/2025 മുതൽ എന്ത് ചെയ്യും ഹാൾ ടിക്കറ്റ് ലഭിച്ചു തുടങ്ങുന്നതായിരിക്കും. ഓക്കെ ആണല്ലോ അടുത്തത് 596/2024. ഓക്കെ അത് ശ്രദ്ധിച്ചേക്കണം. 596/2024 എന്ന കാറ്റഗറി നമ്മൾ അപേക്ഷിച്ചിട്ടുള്ളവരാണ് നിങ്ങളെങ്കിൽ ലബോറട്ടറി ടെക്നീഷ്യൻ എന്താണ് ഡയറക്ട് റിക്രൂട്ട്മെന്റ് ആണ്. ഓക്കെ അതിൽ മീറ്റ് പ്രൊഡക്ട്സ് ഓഫ് ഇന്ത്യ ലിമിറ്റഡ് എന്ന് പറയുന്ന കീഴിലാണ് വരുന്നത്. സ്റ്റേറ്റ് വൈഡ് ആണ് എക്സാം. 10/9/2025 പറയുന്നത് എക്സാം വരുന്നത്. 10/9/2025 എക്സാം വരുന്നതായിരിക്കും. ഓക്കെ ബുധനാഴ്ചയാണ് എക്സാം വരുന്നത്. 10 മണി തൊട്ട് 12 മണി വരെ 12:30 വരെ ആയിരിക്കും എക്സാം എന്ന് പറയുന്നത്. എന്താണ് 27/8/2025 മുതൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക ഹാൾ ടിക്കറ്റ് ലഭിച്ചു തുടങ്ങും. ഓക്കെ ആണല്ലോ 100 മാർക്കിനായിരിക്കും എക്സാം എന്ന് പറയുന്നത്. ഇംഗ്ലീഷ് ആയിരിക്കും മീഡിയം എന്ന് പറയുന്നത്. ഓക്കെ ഇംഗ്ലീഷിലായിരിക്കും എക്സാം എന്ന് പറയുന്നത്. 1 മണിക്കൂർ 30 മിനിറ്റ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. മൊത്തത്തിൽ 530 പേര് എന്ത് ചെയ്യുന്നുണ്ട് മൊത്തത്തിൽ എക്സാം എഴുതുന്നുണ്ട്. ഓക്കെ കൺഫർമേഷൻ കൊടുത്തിട്ടുണ്ട്. എന്ത് 530 പേരുണ്ട് കേട്ടോ. അടുത്തത് 570/2024 എന്ന് പറയുന്നത് അസിസ്റ്റന്റ് പ്രൊഫസർ ഹോട്ടൽ മാനേജ്മെന്റ് ഡയറക്ട് റിക്രൂട്ട്മെന്റ് ആണ്. കേരള കൊളജിയേറ്റീവ് എഡ്യൂക്കേഷൻ കീഴിൽ സ്റ്റേറ്റ് വൈഡ് ആയിട്ട് വരുന്നതാണ്. ഓക്കെ ഇതെന്ന് പറയുന്നത് 10/9/2025. ഓക്കെ 10/9 തൊട്ട് മുമ്പ് പറഞ്ഞ പോലെ തന്നെ 10/9/2025 എക്സാം വരുന്നതായിരിക്കും. എന്താണ് 27/8/2025 എന്ത് ചെയ്യും നിങ്ങൾക്ക് ഹാൾ ടിക്കറ്റ് ലഭിച്ചു തുടങ്ങുന്നതായിരിക്കും. മറ്റേ ഇതാണ് ഈ പറഞ്ഞ കേരള കൊളജിയേറ്റീവ് എഡ്യൂക്കേഷൻ്റെ 570/2024 എന്ന് പറയുന്ന കാറ്റഗറി നമ്പറിൽ നിങ്ങൾ എന്താണ് അപേക്ഷിച്ചിട്ടുള്ളവരാണ് നിങ്ങളെങ്കിലും എന്ത് ചെയ്യുക ആലോചിക്കുക. എന്താണ് 27/8/2025 നിങ്ങൾ ഹാൾ ടിക്കറ്റ് വരിക. അതുപോലെ തന്നെ 10/9/2025 നിങ്ങളുടെ എക്സാം എന്ന് പറയുക.
ഓക്കെ. പേപ്പർ 2 പേപ്പറാണുള്ളത്. പേപ്പർ 1ഉം പേപ്പർ 2ഉം ഉണ്ട്. പേപ്പർ 1 എന്ന് പറയുന്നത് 10 മണി തൊട്ട് 12:30 വരെയും പേപ്പർ 2 എന്ന് പറയുന്നത് 1:30 തൊട്ട് 4:30 വരെ ആയിരിക്കും ഉണ്ടായിരിക്കുക. ഇംഗ്ലീഷ് ആയിരിക്കും മീഡിയം എന്ന് പറയുക. ഇംഗ്ലീഷ് ഭാഷയിലായിരിക്കും എന്ത് ചെയ്യുക എക്സാം എന്ന് പറയുക. 1 മണിക്കൂർ 30 മിനിറ്റ് എന്ത് നിങ്ങൾക്ക് എക്സാം എഴുതാൻ കിട്ടും. ഒരു പേപ്പറിന് 1 മണിക്കൂർ 30 മിനിറ്റ് എന്ത് ചെയ്യും എക്സാം എഴുതാൻ കിട്ടുന്നതായിരിക്കും. മൊത്തത്തിൽ 23 പേരാണ് എന്ത് ചെയ്യുന്നത് എക്സാം എഴുതുന്നത്. ഓക്കെ. അതേപോലെ തന്നെ 443/2024 നോക്കിക്കഴിഞ്ഞാൽ കാറ്റഗറി നമ്പർ 443/2024 എക്സൈസ് ഇൻസ്പെക്ടർ ട്രെയിനി എക്സൈസ് NCA അതാണ് നോക്കുന്നത്. നാടാറാണ്. ഓക്കെ. അതിൽ എക്സൈസ് ആണ് വരുന്നത്. ഓക്കെ. സ്റ്റേറ്റ് വൈഡ് ആണ് വരുന്നത്. 11/9/2025 ആണ്. ഓക്കെ. ഓർത്തിരിക്കുക. 10/9 അല്ല, 11/9/2025 നിങ്ങളുടെ എക്സാം എന്ന് പറയുന്നത്. വ്യാഴാഴ്ച ആയിരിക്കും എക്സാം എന്ന് പറയുന്നത്. അറിയാലോ, ബാച്ച് 1 ബാച്ച് 2 എന്ന് പറയുന്ന രീതിയിലുണ്ട്. ബാച്ച് 1 എന്ന് പറയുന്നത് 9 മണി തൊട്ട് 11 വരെയും ബാച്ച് 2 11:15 മുതൽ 1:45 വരെ ആയിരിക്കും ബാച്ച് 2 എന്ന് പറയുന്നത്. ഓക്കെ. എക്സാം വരുന്നത് ഇതേ ദിവസം തന്നെയാണ്. 27/8/2025 എക്സാം വരുന്നത്. ഓൺലൈൻ ആയിരിക്കും. 100 മാർക്കിനായിരിക്കും എക്സാം എന്ന് പറയുന്നത്. മൊത്തത്തിലുള്ള പാർട്ട് നോക്കിയാൽ പാർട്ട് 2, 3 എന്താണ് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഇംഗ്ലീഷ്, അതേപോലെ എന്താണ് അടുത്തത് ഇംഗ്ലീഷ് പാർട്ട് 4-നകത്ത് ഇംഗ്ലീഷ്, പാർട്ട് 5-നകത്ത് മലയാളം, തമിഴ്, കന്നഡ എന്നീ ഭാഷകളിലായിരിക്കും വരുന്നത്. 1 മണിക്കൂർ 30 മിനിറ്റ് എന്ത് നിങ്ങൾക്ക് എക്സാം എഴുതാൻ ലഭിക്കുന്നതായിരിക്കും. ഓക്കെ. അടുത്തത് കാറ്റഗറി നമ്പർ 444/2024 445/2024 എന്ന് പറഞ്ഞ എക്സൈസ് ഇൻസ്പെക്ടർ ആണ്. ഓക്കെ ആണല്ലോ. ഷെഡ്യൂൾഡ് കാസ്റ്റിനകത്ത് SSCC ആണ് വരുന്നത്. എക്സൈസിന് കീഴിലാണ് വരുന്നത്. സ്റ്റേറ്റ് വൈഡ് ആണ് വരുന്നത്. 11/9/2025 ആയിരിക്കും വരുന്നത്. ഓക്കെ. 11/9/2025 എക്സാം എന്ന് പറയുന്നത്. 11/9/2025 എക്സാം ആണ്. എന്നാണ് 27/8/2025 നിങ്ങൾക്ക് എന്ത് ചെയ്യും ഹാൾ ടിക്കറ്റ് ലഭിച്ചു തുടങ്ങുന്നതായിരിക്കും. അതേപോലെ മൊത്തത്തിൽ 100 മാർക്കിനാണ് എക്സാം എന്ന് പറയുന്നത്. പാർട്ട് 1, പാർട്ട് 2, പാർട്ട് 3, പാർട്ട് 6 എന്നിവ എന്ത് ഇംഗ്ലീഷിലായിരിക്കും. അടുത്തെന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷും അതേപോലെ മലയാളം, തമിഴ്, തെലുങ്ക് എന്നീ ഭാഷകൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം എഴുതാൻ പറ്റും. അതേപോലെ തന്നെ പാർട്ട് 4. ഓക്കെ. പാർട്ട് 4 എന്ന് പറയുന്നത് ഇംഗ്ലീഷിലായിരിക്കും. അത് പാർട്ട് 5 എന്ന് പറയുന്നത് മലയാളം, തമിഴ്, തെലുങ്ക് എന്നീ ഭാഷകളിലും ആയിരിക്കും. ഓക്കെ. 1 മണിക്കൂർ 30 മിനിറ്റ് ആണ് ആകെ കിട്ടുന്ന സമയം എന്ന് പറയുന്നത് രണ്ടിനും കൂടെ. ഓക്കെ. അടുത്തത് 407/2024 അത് പറയുന്നത് ഇൻസ്ട്രക്ടർ ഇൻ ദ സെക്രട്ടറിയൽ പ്രാക്ടീസ് ആൻഡ് ബിസിനസ് കറസ്പോണ്ടൻസ് എന്ന് പറയുന്നതാണ്. SSCക്ക് വേണ്ടിയാണ്. ഓക്കെ. ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് സ്റ്റേറ്റ് വൈഡ് ആണ്. 12/9/2025 ആണ്. ഓക്കെ. 12/9/2025 വെള്ളിയാഴ്ചയാണ് വരുന്നത് എക്സാം വരുന്നത്. 10 AM തൊട്ട് എന്താണ് 12 PM വരെ എന്ത് ചെയ്യും എക്സാം ഉണ്ടായിരിക്കുന്നത് ആയിരിക്കും. ഓക്കെ. 29/8/2025 ഓക്കെ. 29/8/2025 ആയിരിക്കും എന്ത് പറയുന്നത് നിങ്ങളുടെ എക്സാം വരുന്നത്. ഓക്കെ. മൊത്തത്തിൽ എന്താ പറയാം ഓൺലൈൻ മാർക്സ് എന്ന് പറയുന്നത് 100 മാർക്കിനായിരിക്കും എക്സാം. ഇംഗ്ലീഷ് ആയിരിക്കും മീഡിയം എന്ന് പറയുന്നത്. 1.5 മണിക്കൂർ ഉണ്ടായിരിക്കണം. 82 പേര് എന്ത് ചെയ്യുന്നുണ്ട് അപേക്ഷിച്ചിട്ടുണ്ട്. ഓക്കെ. 279/2024 നോക്കാം. സയന്റിഫിക് അസിസ്റ്റന്റ് ആണ്. പത്തോളജി ആണ്. ഡയറക്ട് റിക്രൂട്ട്മെന്റ് ആണ്. മെഡിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിലേക്കാണ്. സ്റ്റേറ്റ് വൈഡ് ആണ് വരുന്നത്. ഓക്കെ. 12/9/2025 ഇതിന് എന്ത് ചെയ്യുന്നത് എക്സാം വരുന്നത് 7 മണി തൊട്ട് 8:50 വരെയാണ്. അപ്പോൾ സമയം ആലോചിക്കുക. എന്താ നിങ്ങൾ സയന്റിഫിക് അസിസ്റ്റന്റ് പതോളജിക്ക് വേണ്ടിയാണ് അപേക്ഷിച്ചിട്ടുള്ളതെങ്കിൽ ആലോചിക്കുക. നിങ്ങളുടെ സമയം എന്ന് പറഞ്ഞാൽ 12/9/2025 ദിവസമെങ്കിലും സമയം 7 മണി തൊട്ട് 8:50 വരെയാണ് ചെയ്യാം. അപ്പോൾ എന്ത് ചെയ്യുക എക്സാം എഴുതാൻ പോകുന്നവർ എന്ത് ചെയ്യുക കഴിവതും നേരത്തെ തന്നെ ചെല്ലാൻ നോക്കുക. ഓക്കെ. അതേപോലെ തന്നെ 29/8/2025 എന്തായിരിക്കും നിങ്ങളുടെ ഹാൾ ടിക്കറ്റ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. 100 മാർക്കിനായിരിക്കും എക്സാം എന്ന് പറയുന്നത്. ഇംഗ്ലീഷ് ആയിരിക്കും മീഡിയം. 1 മണിക്കൂർ 30 മിനിറ്റ് ലഭിക്കുന്നതായിരിക്കും. 4840 പേര് അപേക്ഷിച്ചിട്ടുണ്ട്. 4840 പേരാണ് എന്ത് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഓക്കെ. അത് 432/2024 നോക്കാം. 432/2024 കാറ്റഗറി നമ്പർ നിങ്ങൾ നോക്കുകയാണെങ്കിൽ കാണാൻ പറ്റും. എന്താണ് അസിസ്റ്റന്റ് ആണ്. ഡയറക്ട് റിക്രൂട്ട്മെന്റ് കേരള ഫൈനാൻഷ്യൽ കോർപ്പറേഷൻസിലേക്കാണ് ചെയ്യുന്നത് വിളിച്ചിട്ടുണ്ടായിരുന്നത്. സ്റ്റേറ്റ് വൈഡ് ആണ് എന്ന് പറയുന്നത്. 13/9/2025 13/9/2025 ഓക്കെ. 13/9/2025 എക്സാം എന്ന് പറയുന്നത്. ഓക്കെ. 30/8/2025 അതാണ് 30/8/2025 നിങ്ങൾക്ക് എന്ത് ഹാൾ ടിക്കറ്റ് ലഭിക്കുന്നതായിരിക്കും. 100 മാർക്കിനാണ്. ഇംഗ്ലീഷിനാണ്. 1.5 മണിക്കൂറാണ്. 46,284 പേര്. 46,284 പേര്. ഓക്കെ. ഓർക്കുക 46,284 പേര് അപേക്ഷിച്ചിട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക നിങ്ങൾ നല്ല രീതിയിൽ പഠിച്ചിട്ട് പോവുക. ഓക്കെ. അടുത്ത 579 ഓക്കെ 597/2024 എന്ന് പറയുന്ന നോട്ടിഫിക്കേഷൻ കാറ്റഗറി നമ്പറിലാണ് നിങ്ങൾ അപേക്ഷിച്ചിട്ടുള്ളെങ്കിൽ 597/2024 എന്ന് പറയുന്നത് കാഷ്യർ കം അക്കൗണ്ടന്റ് ഡയറക്ട് റിക്രൂട്ട്മെന്റ് ആണ്. കാഷ്യർ കം അക്കൗണ്ടന്റ് ഡയറക്ട് റിക്രൂട്ട്മെന്റ് കീഴിൽ
ഹാൻഡിക്രാഫ്റ്റ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ഓഫ് കേരള ലിമിറ്റഡ് സ്റ്റേറ്റ് വൈഡ് ആണ് എക്സാം വരുന്നത്. 13/9/2025 സാറ്റർഡേ ആണ്. 1:30 തൊട്ട് 3:20 വരെ ആയിരിക്കും എക്സാം എന്ന് പറയുക. 30/8/2025 നിങ്ങൾക്ക് എന്ത് ഹാൾ ടിക്കറ്റ് നിങ്ങൾക്ക് ലഭിച്ചു തുടങ്ങുന്നതായിരിക്കും. 100 മാർക്കിനാണ്. OMR ബേസ്ഡ് എക്സാം ആണ്, ഇംഗ്ലീഷ് ആണ്. ഓക്കെ, അതേപോലെ എന്താണ് 1 മണിക്കൂർ 30 മിനിറ്റ് ആയിരിക്കും ലഭിക്കുന്നത്. മൊത്തത്തിൽ 2087 പേര് അപേക്ഷിച്ചിട്ടുണ്ട്. 2087 പേര് അപേക്ഷിച്ചിട്ടുണ്ട്. ഓക്കെ, തൊട്ട് താഴോട്ട് നോക്കി കഴിഞ്ഞാൽ ഓക്കെ ഒന്ന് വായിക്കുകയാണ്. തൊട്ട് താഴോട്ട് നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും 503/2024. ഓക്കെ, 503/2024 പറഞ്ഞ കാറ്റഗറി നമ്മൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ കാണാൻ പറ്റും. 503/2024 ക്ലർക്ക് തമിഴ് ആൻഡ് മലയാളം നോയിങ് NCA ഫോർ ദീപരാന്ന് കൊടുത്തിട്ടുണ്ട്. വേരിയസ് ആണ്. പ്രിലിമിനറി എക്സാമിനേഷൻ ആണ്, ഫസ്റ്റ് പ്രിലിമിനറി ആണ്. ഓക്കെ, ഇടുക്കിയിലാണ് വരുന്നത്. സ്റ്റേറ്റ് വൈഡ് അപ്പോൾ ഡിസ്ട്രിക്ട് വൈഡ് ആണ്. എന്താണ് ഇടുക്കിയിലാണ് എക്സാം. ഇപ്പോൾ എന്താണ് 15/9/2025 തിങ്കളാഴ്ച ആയിരിക്കും എക്സാം എന്ന് പറയുന്നത്. ബാച്ച് 1, 2 എന്ന് തിരിച്ചിട്ടുണ്ട്. ബാച്ച് ഫസ്റ്റിന് 9 മണി തൊട്ട് 11:15 വരെയും ബാച്ച് 2-ന് 11 മണി തൊട്ട് 1:15 വരെ ആയിരിക്കും എക്സാം ഉണ്ടായിരിക്കുക. അതേപോലെ തന്നെ ഓൺലൈൻ ആയിരിക്കും. 100 മാർക്കിനായിരിക്കും. പാർട്ട് 1 എന്ന് പറയുന്നത് തമിഴായിരിക്കും. പാർട്ട് 2 എന്ന് പറയുന്നത് മലയാളമായിരിക്കും. പാർട്ട് 3 എന്ന് പറയുന്നത് ഇംഗ്ലീഷിലായിരിക്കും. 3 പാർട്ടുണ്ട്. പാർട്ട് 1, 2, 3 എന്ന് പറഞ്ഞ 3 പാർട്ടാണുള്ളത്. പാർട്ട് 1 എന്താണ് തമിഴ്, പാർട്ട് 2 മലയാളം, പാർട്ട് 3 ഇംഗ്ലീഷാണ്. 1 മണിക്കൂർ 15 മിനിറ്റ് ആണുള്ളത്. 1180 പേര് എന്ത് ചെയ്യുന്നുണ്ട്, അപേക്ഷിച്ചിട്ടുണ്ട്. ഓക്കെ, അടുത്ത 586/2027 നോക്കി കഴിഞ്ഞാൽ കെയർ ടേക്കർ ഫീമെയിൽ ആണ്, ഡയറക്ട് റിക്രൂട്ട്മെന്റ് ആണ്, വുമൺ ആൻഡ് ചൈൽഡ് ഡെവലപ്മെന്റ് ആണ്, സ്റ്റേറ്റ് വൈഡ് ആണ്. 16/9/2025 16/9/2025 ഓക്കെ, 16/9/2025 ചൊവ്വാഴ്ച ആയിരിക്കും എക്സാം എന്ന് പറയുന്നത്. 7 മണി തൊട്ട് 8:50 വരെ ആയിരിക്കും എന്ത് ചെയ്യുക, രാവിലെയാണ് എക്സാം എന്ന് പറയുന്നത്. എന്ത് കഴിവതും നേരത്തെ ചെല്ലാൻ നോക്കുക. 1/9 ഓക്കെ, 1/9/2025 എന്ത് ചെയ്യും, നിങ്ങൾക്ക് ഹാൾ ടിക്കറ്റ് ലഭിച്ചു തുടങ്ങുന്നതായിരിക്കും. ഓക്കെ, സോറി 2/9 ഓക്കെ, 2/9/2025 നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഹാൾ ടിക്കറ്റ് ലഭിച്ചു തുടങ്ങുന്നതായിരിക്കും. അതിൽ OMR ബേസ്ഡ് ആയിരിക്കും എക്സാം എന്ന് പറയുന്നത്. 100 മാർക്കിനായിരിക്കും. പാർട്ട് 1, 2, 3, 5 എന്നിവ എന്ത് ചെയ്യും, മലയാളം, തമിഴ്, കന്നഡ എന്നീ ഭാഷകളിലും. അതെല്ലാം പാർട്ട് 4 എന്ന് പറയുന്ന ഇംഗ്ലീഷിലും ആയിരിക്കും. അതിൽ 1 മണിക്കൂർ 30 മിനിറ്റ് ഉണ്ട്. 2312 പേര് അപേക്ഷിച്ചിട്ടുണ്ട്. 647/2026 എന്ന കാറ്റഗറി നമ്പർ നോക്കുകയാണെങ്കിൽ കെയർ ടേക്കർ ഫീമെയിൽ വിശ്വകർമ്മയാണ്, വുമൺ ആൻഡ് ചൈൽഡ് ഡെവലപ്മെന്റ് ആണ് അതും വരുന്നത്. ഓക്കെ, സ്റ്റേറ്റ് വൈഡ് ആണ് ഇത് 3 വരുന്നത്. എന്താണ് 16/9/2025 ഒരേ സമയം തന്നെയാണ്. 7 മണി തൊട്ട് 8:50 വരെയാണ്. 2/9/2025 ആയിരിക്കും അതിനും വരുന്ന സമയം എന്ന് പറയുന്നത്. ഓക്കെ, അതേപോലെ തന്നെ എന്താണ് OMR 100 മാർക്കിനായിരിക്കും. തൊട്ടുമുമ്പ് പറഞ്ഞ പോലെ ആയിരിക്കും എക്സാം പാറ്റേൺ വരുന്നത്. അതായത് പാർട്ട് 1, 2, 3, 5 എന്ന് പറയുന്നത് മലയാളം, തമിഴ്, കന്നഡ എന്നീ ഭാഷകളിലും. പാർട്ട് 4 എന്ന് പറയുന്നത് ഇംഗ്ലീഷ് ഭാഷയിലും ആയിരിക്കും. 1 മണിക്കൂർ 30 മിനിറ്റ് ആണുള്ളത്. 647/2029 121 പേരും 648/2026 കാറ്റഗറി നമ്പറിൽ എഴുതി അപേക്ഷിച്ചിട്ടുള്ളവരാണെങ്കിൽ 195 പേരുമാണ് എന്ത് ചെയ്യുന്നത്, അപേക്ഷിച്ചിട്ടുള്ളത്. ഓക്കെ, അടുത്ത് നോക്കാം. 045/2025 046/2025 കെയർ ടേക്കർ ആണ്, ഫീമെയിൽ ആണ്, വുമൺ ആൻഡ് ചൈൽഡ് ഡെവലപ്മെന്റ് ഡിപ്പാർട്ട്മെന്റ് സ്റ്റേറ്റ് വൈഡ് ആയിട്ട് 16/9/2025 7 മണി തൊട്ട് 8:50 വരെയാണ് എക്സാം എന്ന് പറയുന്നത്. 2/9/2025 എന്താണ് പറയുന്നത്, ഹാൾ ടിക്കറ്റ് ലഭിച്ചു തുടങ്ങുക. എക്സാം എന്ന് പറയുന്നത് 16/9/2025 OMR ബേസ്ഡ് ആണ്. 100 ചോദ്യമാണ്. നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞ പാർട്ട് 1, 2, 3, 5 എന്ന് പറയുന്നത് എന്താണ് മലയാളം, തമിഴ്, കന്നഡ ഭാഷകളിലും. പാർട്ട് 4 എന്ന് പറയുന്നത് ഇംഗ്ലീഷ് ഭാഷയിലായിരിക്കും എഴുതുന്നത്. 1 മണിക്കൂർ 30 മിനിറ്റ് എന്ത് ചെയ്യുന്ന എക്സാം എഴുതാൻ ലഭിക്കുന്ന സമയം എന്ന് പറയുന്നത്. മൊത്തത്തിൽ ആദ്യത്തെ പാർട്ട് അതായത് 045/2025 349 പേരും 046/2025 എന്ന് പറയുന്ന കാറ്റഗറി നമ്പറിൽ 38 പേരുമാണ് എന്ത് ചെയ്യുന്നത്, അപേക്ഷിച്ചിട്ടുള്ളത്. ഓക്കെ, അടുത്തത് 088/2026 നോക്കി കഴിഞ്ഞാൽ ഓവർസിയർ ഗ്രേഡ് 2, ഡ്രാഫ്റ്റ്സ്മാൻ ഗ്രേഡ് 3, സിവിൽ, ട്രേസർ, വർക്ക് സൂപ്രണ്ടിന്റെ, ഡയറക്ട് റിക്രൂട്ട്മെന്റ്, SR ഫോർ ഷെഡ്യൂൾഡ് കാസ്റ്റ്, ഷെഡ്യൂൾഡ് ട്രൈബ് ഈ വിഭാഗത്തിൽ പെടുന്നവർക്കാണ്. ഹാർബർ എഞ്ചിനീയറിംഗ് ആണ്, സ്റ്റേറ്റ് വൈഡ് ആണ് വരുന്നത്. ഓക്കെ, സ്റ്റേറ്റ് വൈഡ് ആണ് വരുന്നത്. നിങ്ങൾക്ക് 17/9/2025 എക്സാം എന്ന് പറയുന്നത് ബുധനാഴ്ച ആയിരിക്കും. ബാച്ച് 1, ബാച്ച് 2 എന്ന് പറഞ്ഞ 2 ബാച്ചുകളായിരിക്കും എക്സാമുകൾ വരുന്നത്. അതാണ് 9 മണി തൊട്ട് 11:30 വരെ എന്ത് ഫസ്റ്റ് ബാച്ചും, അതേപോലെ തന്നെ 11:15 തൊട്ട് 11:15 തൊട്ട് 1:45 വരെ രണ്ടാമത്തെ ബാച്ചും ഉണ്ടായിരിക്കുന്നതായിരിക്കും. ഓക്കെ, 3/9/2025 നിങ്ങളുടെ എക്സാം വരുന്നത്. 100 മാർക്കിനാണ്, ഇംഗ്ലീഷാണ്. 1 മണിക്കൂർ 30 മിനിറ്റ് ആയിരിക്കും നിങ്ങൾക്ക് ലഭിക്കുക. ഫസ്റ്റ് അതായത് 088/2024 2347 പേരും 020/2025 എത്ര 62 പേര് വരെ ആണ് മൊത്തത്തിൽ
എന്ത് ചെയ്തിട്ടുള്ളത് എക്സാമിന് വേണ്ടി അപേക്ഷിച്ചിട്ടുള്ളത്. ഓക്കെ, അടുത്തത് 587/2024, 588/2024 എന്ന് പറഞ്ഞാൽ ടെക്നോളജിസ്റ്റ് ആണ്. ഓക്കെ, ടെക്നോളജിസ്റ്റ് ആണ്. ഫസ്റ്റ് എന്ന് പറയുന്നത് ജനറൽ കാറ്റഗറിയും തൊട്ട് താഴെ വരുന്നത് ഫിഷർമാൻ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഫിഷർമാൻ കാറ്റഗറിക്കകത്ത് വരുന്നത് കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഫെഡറേഷൻ ഓഫ് ഫിഷേഴ്സ് ഡെവലപ്മെന്റ് ലിമിറ്റഡ് ആണ് കൊടുക്കുന്നത്. സ്റ്റേറ്റ് വൈഡ് ആണ്. 18/9/2025 എന്ത് പറയുന്നത് 18/9/2025 വ്യാഴാഴ്ച ആയിരിക്കും എന്ന് പറയുന്ന എക്സാം എന്ന് പറയുന്നത് 10 മണി തൊട്ട് 12:30 വരെയാണ് എക്സാം. 10 മണി തൊട്ട് 12:30 വരെയാണ് എക്സാം. 3/9/2025 നിങ്ങൾക്ക് എന്ത് കിട്ടും, ഹാൾ ടിക്കറ്റ് ലഭിക്കുന്നതായിരിക്കും. ഓൺലൈൻ മാർക്ക് എന്ന് പറഞ്ഞാൽ 100 മാർക്കാണ് രണ്ടെന്ന് പറയുന്നത്. ഓക്കെ, 2 ഇംഗ്ലീഷിലായിരിക്കും. 1 മണിക്കൂർ 30 മിനിറ്റ് രണ്ടിൽ ലഭിക്കുന്നതായിരിക്കും. ആദ്യത്തെ ജനറൽ കാറ്റഗറിക്കകത്ത് വരുന്നത് അതായത് 587/2024 കാറ്റഗറി നോക്കുന്നവരാണെങ്കിൽ 898 പേരാണ് അപേക്ഷിച്ചിട്ടുള്ളത്. തൊട്ട് താഴെയുള്ള 588/2024 നിങ്ങളുടെ കാറ്റഗറി നമ്പർ അപേക്ഷിച്ചിട്ടുള്ളത്. 87 പേരാണ് മൊത്തത്തിൽ അപേക്ഷിച്ചിട്ടുള്ളത്. ഓക്കെ, തൊട്ട് താഴെയായിട്ട് 591/2024 അതേപോലെ 592/2024 പറഞ്ഞ ഓപ്പറേറ്റർ ഗ്രേഡ് 3 പാർട്ട് 3 എന്ന് പറഞ്ഞ ഭാഗങ്ങളാണ്. പാർട്ട് 1 പാർട്ട് 3 ആണ് കൊടുത്തിട്ടുള്ളത്. അപ്പെക്സ് സൊസൈറ്റീസ് ഓഫ് കോപ്പറേറ്റീവ് സെക്ടർ ഇൻ കേരള മത്സ്യഫെഡിനകത്താണ് കൊടുത്തിട്ടുള്ളത്. നോക്കിക്കഴിഞ്ഞാൽ സ്റ്റേറ്റ് വൈഡ് ആണ് വരുന്നത്. ഓക്കെ, 19/9/2025 ഫ്രൈഡേ അതായത് വെള്ളിയാഴ്ചയാണ് എക്സാം. അതായത് 19/9/2025 എക്സാം എന്ന് പറയും. 19/9/2025 എക്സാം എന്ന് പറയുന്നത്. ഓർത്തിരിക്കുക. നിങ്ങൾക്ക് 3/9 ഓക്കെ 3/9 എന്ത് കിട്ടും, 3/9 നിങ്ങൾക്ക് എന്ത് കിട്ടും, ഹാൾ ടിക്കറ്റ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. OMR 100 മാർക്കിന് വീതമാണ്. ഇംഗ്ലീഷാണ്. 1 മണിക്കൂർ 30 മിനിറ്റ് ആണുള്ളത്. ആദ്യം പറഞ്ഞതിനകത്ത് അതായത് ഓപ്പറേറ്റർ ഗ്രേഡ് 3 പാർട്ട് 1 ജനറൽ കാറ്റഗറിക്ക് 3443 പേര്. ഓക്കെ, 3343 പേര് അപേക്ഷിച്ചിട്ടുണ്ട്. ബാക്കി 592/2024 സൊസൈറ്റി കാറ്റഗറിക്കകത്ത് വരുന്നവരാണെങ്കിൽ 10 പേരാണ് എന്ത് ചെയ്യുന്നത് അപേക്ഷിച്ചിട്ടുള്ളത്. ഓക്കെ, അടുത്തത് നോക്കാം. 085/2024 85/2024 മൂന്നെണ്ണം കാണപ്പെടുന്നുണ്ടല്ലോ അല്ലേ. ഡിഫൈഡ് ഡയറക്ട് റിക്രൂട്ട്മെന്റ് ആണ്. എൻക്വയറി കമ്മീഷണർ ആൻഡ് സ്പെഷ്യൽ ജഡ്ജ് ആണ്. ഓക്കെ, എറണാകുളം, തൃശ്ശൂർ, കോഴിക്കോട് എന്നീ പറയുന്ന പ്രദേശങ്ങളിലാണ് ഈ പറയുന്ന എക്സാം വരുന്നത്. ഓക്കെ, സ്റ്റേറ്റ് വൈഡ് അല്ല, ഡിസ്ട്രിക്ട് വൈഡ് ആണ്. എറണാകുളം, തൃശ്ശൂർ, കോഴിക്കോട് എന്നീ പറയുന്ന പ്രദേശങ്ങളായിരിക്കും എക്സാം വരുന്നത്. 20/9/2025 എക്സാം എന്ന് പറയുന്നത് 1:30 മുതൽ 3:20 വരെ ആയിരിക്കും. 1:30 മുതൽ 3:20 വരെ ആയിരിക്കും. 20/9/2025 ആണ്. 20/9/2025 എക്സാം എന്ന് പറയുന്നത്. 3/9/2025 നിങ്ങൾക്ക് എന്ത് കിട്ടും, ഹാൾ ടിക്കറ്റ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. OMR 100 മാർക്കിനാണ്. എന്താണ്, മലയാളം, തമിഴ്, കന്നഡ എന്നീ ഭാഷകൾ നിങ്ങൾക്ക് എഴുതാൻ പറ്റും. 1 മണിക്കൂർ 30 മിനിറ്റ് ആയിരിക്കും ലഭിക്കുന്ന മുഴുവൻ സമയം. അതേപോലെ തന്നെ ഫസ്റ്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഫസ്റ്റ് 085/2024 ആദ്യം കാണുന്നതിനകത്ത് 3048, തൊട്ട് താഴെയായിട്ട് നിങ്ങൾക്ക് 14,755, തൊട്ട് താഴെയായിട്ട് 17,105 എന്നീ പറയുന്ന രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റും, ആളുകൾ അപേക്ഷിച്ചായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നോട്ടിഫിക്കേഷൻ എടുത്ത് നോക്കി എന്ത് ചെയ്യാൻ കാണാൻ പറ്റും. ഓക്കെ, അടുത്തത് 086/2024 എന്ന് പറയുന്നത് എന്താണ്, പ്രസ്മാൻ ഡയറക്ട് റിക്രൂട്ട്മെന്റ് ആണ്. ഓക്കെ, പ്രസ്മാൻ ഡയറക്ട് റിക്രൂട്ട്മെന്റ് ആണ്. സർവേ ആൻഡ് ലാൻഡ് റെക്കോർഡ്സ് ആണ്. തിരുവനന്തപുരത്താണ് എക്സാം വരുന്നത്. ഓക്കെ, സ്റ്റേറ്റ് വൈഡ് അല്ല, തിരുവനന്തപുരത്താണ് എക്സാം വരുന്നത്. തിരുവനന്തപുരത്താണ് എക്സാം വരുന്നത്. 20/9/2025 ഓക്കെ, 20/9/2025 എക്സാം വരുന്നത്. 1:30 മുതൽ 3:20 വരെ ആയിരിക്കും എക്സാം എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. അതേപോലെ തന്നെ 3/9/2025 നിങ്ങൾക്ക് ഹാൾ ടിക്കറ്റ് ലഭിച്ചു തുടങ്ങുന്നതായിരിക്കും. OMR 100 മാർക്കിനാണ്. മലയാളം, തമിഴ്, കന്നഡ എന്നീ ഭാഷകളായിരിക്കും. 1 മണിക്കൂർ 30 മിനിറ്റ് ആയിരിക്കും നിങ്ങൾക്ക് ലഭിക്കുന്നത്. ഓക്കെ, അതേപോലെ തന്നെ 1,16,676 പേര് എന്ത് ചെയ്യുന്നുണ്ട്, അപേക്ഷിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഒന്നുകൂടെ പറഞ്ഞുതരാം. എന്താണ്, 086/2024 കാറ്റഗറി നമ്പറിന്റെ കീഴിൽ വരുന്ന കാര്യമാണ് ഈ പറയുന്നത്. ഓക്കെ, പറഞ്ഞിട്ടുള്ളത്. അടുത്ത 252/2024 പറഞ്ഞാൽ പവർ ലോണ്ടറി അറ്റൻഡർ ഡയറക്ട് റിക്രൂട്ട്മെന്റ് ആണ്. മെഡിക്കൽ എഡ്യൂക്കേഷന് കീഴിൽ തിരുവനന്തപുരത്ത് 20/9/2025 ആയിരിക്കും എക്സാം വരുന്നത്. ഓക്കെ, അപ്പോൾ ആലോചിക്കുക, 20/9/2025 കാര്യമാണ് നമ്മൾ ഇത്രയും പറയുന്നത്. ഓക്കെ, അതെന്ന് പറഞ്ഞാൽ എക്സാം വരുന്നത് 3/9/2025 ആയിരിക്കും. 100 മാർക്കിനായിരിക്കും. മലയാളം, തമിഴ്, കന്നഡ എന്നീ ഭാഷകൾ നിങ്ങൾക്ക് എഴുതാൻ പറ്റും. 1 മണിക്കൂർ 30 മിനിറ്റ് എന്ത് ചെയ്യും നിങ്ങൾക്ക് എഴുതാൻ ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, 251/2024 മ്യൂസിയം ആൻഡ് സൂ സ്റ്റേറ്റ് ആണ്. സ്റ്റേറ്റ് വൈഡ് ആണ് അതിന് എക്സാം വരുന്നത്. 156 വേക്കൻസി ഉണ്ട്. 256/2024 സ്വീപ്പർ ഫുൾ ടൈം ഡയറക്ട് റിക്രൂട്ട്മെന്റ് ആണ്. ഫാമിംഗ് കോർപ്പറേഷൻ ഓഫ് കേരളക്കാണ്. സ്റ്റേറ്റ് വൈഡ് ആണ്. അതേപോലെ തന്നെ
12,765 വേക്കൻസി ആളുകൾ എന്ത് ചെയ്തിട്ടുണ്ട് അപേക്ഷിച്ചിട്ടുണ്ട്. 313/2024 എന്ന് പറയുന്നത് NCC സൈനിക് വെൽഫെയറിനകത്ത് വരുന്നതാണ്. കണ്ണൂരായിരിക്കും എക്സാം എന്ന് പറയുന്നത്. ഓക്കെ, കണ്ണൂരായിരിക്കും എക്സാം എന്ന് പറയുന്നത്. 3 വേക്കൻസി ആണ് ചെയ്യുന്നത് ഉള്ളത്. ഓക്കെ, 3 വേക്കൻസി ആണ് ഉള്ളത്. എനിക്ക് തോന്നുന്നു അത് എക്സ് സർവീസ്മാൻമാർക്ക് ഉള്ളതാണെന്ന് തോന്നുന്നു. അടുത്തത് 362/2024. 362/2024 നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ. ഈ 3 362/2024 ഒക്കെ വേരിയസ് പോസ്റ്റിനകത്താണ്. പത്തനംതിട്ട, ഇടുക്കി, കോഴിക്കോട് എന്നീ പറയുന്ന സ്ഥലങ്ങളിലായിരിക്കും എക്സാം വരുന്നത്. ഓക്കെ, 20/9/2025 20/9/2025 എക്സാം വരിക. ഓക്കെ, നിങ്ങൾക്ക് 3/9/2025 മുതൽ എന്ത് ചെയ്യും, 3 എന്ത് ചെയ്യും, നിങ്ങൾക്ക് ഹാൾ ടിക്കറ്റ് ലഭിച്ചു തുടങ്ങും. OMR ബേസ്ഡാണ് എക്സാം. 100 മാർക്കാണ് എക്സാം. മലയാളം, തമിഴ്, കന്നഡ എന്നീ ഭാഷകൾ നിങ്ങൾക്ക് എഴുതാം. 1 മണിക്കൂർ 30 മിനിറ്റ് ലഭിക്കുന്നതാണ്. ആദ്യത്തിന് 8, രണ്ടാമത്തിന് 5 വീതം എന്ത് ചെയ്യും, നിങ്ങൾക്ക് ആളുകൾ അയച്ചതായിട്ട് കാണാൻ പറ്റും. തൊട്ട് താഴെയായിട്ട് 363/2024 കാണാൻ പറ്റുന്നുണ്ട്. അതും വേരിയസ് പോസ്റ്റാണ്. തിരുവനന്തപുരം, പത്തനംതിട്ട, കോട്ടയം എന്നീ പറയുന്ന എന്താണ് ജില്ലകളിലായിരിക്കും എക്സാം വരുന്നത്. കാറ്റഗറി നമ്പർ 363/2024 പറയുന്നത്. ഓക്കെ, എക്സാം വരുന്നത് ഈ തൊട്ട് മുമ്പ് പറഞ്ഞ പോലെ തന്നെ 20/9/2025 ആണ്. 3/9 എന്ത് ചെയ്യും, നിങ്ങൾക്ക് എക്സാം ഉണ്ടായിരിക്കുന്നതായിരിക്കും. 3/9/2025 എക്സാം ഉണ്ടായിരിക്കുന്നതായിരിക്കും. OMR ബേസ്ഡ് എക്സാം 100 മാർക്കിനാണ്. മലയാളം, തമിഴ്, കന്നഡ എന്നീ ഭാഷകൾ 1 മണിക്കൂർ 30 മിനിറ്റിൽ 6 പേരാണ് അപേക്ഷിച്ചിട്ടുള്ളത്. ഓക്കെ, തൊട്ട് താഴോട്ടൊക്കെ 364/2024 പറഞ്ഞ വേരിയസ് പോസ്റ്റിലേക്ക് തിരുവനന്തപുരത്താണ് എക്സാം വരുന്നത്. തൊട്ട് മുമ്പ് പറഞ്ഞ പോലെ 20-ാം തീയതി ആയിരിക്കും. 20/9/2025 എക്സാം വരുന്നത്. അതേപോലെ തന്നെ 30/9/2025 എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഹാൾ ടിക്കറ്റ് ലഭിക്കുന്നത്. ഓക്കെ, OMR ആണ്, 100 മാർക്കിനാണ്. മലയാളം, തമിഴ്, കന്നഡ എന്നീ ഭാഷകളായിരിക്കും. 1 മണിക്കൂർ 30 മിനിറ്റ് 12 പേര് അപേക്ഷിച്ചിട്ടുണ്ട്. ഓക്കെ, 365/2024 ഇതേപോലെ തന്നെ വേരിയസ് പോസ്റ്റാണ്. കണ്ണൂരായിരിക്കും പക്ഷേ വരുന്നതെന്ന് പറയുന്നത്. OMR മറ്റേ എന്താണ് സെയിം തന്നെയാണ്. ഓക്കെ, 366/2024 ഇതേപോലെ വേരിയസ് പോസ്റ്റിനകത്താണ് 3 വന്നിട്ടുള്ളത്. ഓക്കെ, ആദ്യത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് സുയിക് നാടാര്. തൊട്ട് താഴെ 365/2024 ധീവര. അതേപോലെ തൊട്ട് താഴോട്ട് 366/2024 മുസ്ലിം. തൊട്ട് താഴെ 366/2024 മുസ്ലിം. 367/2024 SC. അതേപോലെ തന്നെ 368/2024 ധീവർ എന്നീ എന്താണ് ഇപ്പോൾ കാറ്റഗറി പെടുന്ന ആളുകൾക്കാണ്. തൊട്ടാണെങ്കിൽ വേരിയസ് പോസ്റ്റിലേക്കാണ് വരുന്നത്. ആദ്യത്തിനകത്ത് തിരുവനന്തപുരം, കണ്ണൂർ, തിരുവനന്തപുരം, കോഴിക്കോട്, മലപ്പുറം എന്നീ പറഞ്ഞ ജില്ലകളിൽ എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് എക്സാം സെന്ററുകൾ എന്ത് ചെയ്യാൻ പറ്റും, കാണാൻ പറ്റുന്നുണ്ട്. 20/9/2025 എക്സാം എന്ന് പറയുന്നത് 1:30 മുതൽ 3:20 വരെ ആയിരിക്കും. 1:30 മുതൽ 3:20 PM വരെ ആയിരിക്കും എക്സാം എന്ന് പറയുന്നത്. 3/9/2025 എന്ത് ചെയ്യുന്നത് എക്സാം നടക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ പറയുന്ന എന്ത് ചെയ്യും, ഈ കാറ്റഗറി പെടുന്ന, അതായത് ഈ കോളത്തിൽ അല്ലെങ്കിൽ നമ്മൾ ഈ പേജിൽ എന്ത് ചെയ്യും, പറയാൻ പോകുന്ന കാറ്റഗറി നമ്മൾ പെടുന്ന എല്ലാ എക്സാമുകളും ഈ പറയുന്ന 3/9/2025 മനസ്സിലാക്കണം. 3/9/2025 എക്സാം നടക്കുന്നതും 20/9/2025 നിങ്ങൾക്ക് ഹാൾ ടിക്കറ്റ് ലഭിക്കുന്നതുമായിട്ടുള്ള എക്സാമിനേഷൻസ് ആണ് നമ്മൾ പറയുന്നത്. ഓക്കെ ആണല്ലോ, 100 മാർക്കിനായിരിക്കും എക്സാം എന്ന് പറയുന്നത്. അതേപോലെ തന്നെ 1:30 മണിക്കൂറാണ് ഉള്ളത്. ഓക്കെ, 1:30 മണിക്കൂറായിരിക്കും ഉള്ളത്. തൊട്ട് താഴെ വെക്കുന്നത് 421/2024 ബോട്ട് കീപ്പറാണ്. അത് ഇതേപോലെ NCCക്കകത്താണ്, കൊല്ലത്താണ് വന്നിട്ടുള്ളത്. തൊട്ട് മുമ്പ് പറഞ്ഞ പോലെ ആയിരിക്കും സംഭവങ്ങൾ. 10 വേക്കൻസി ഉള്ളത്. 479/2024 എന്ന് പറയുന്നത് ഡയറക്ട് റിക്രൂട്ട്മെന്റ് സെലക്ഷൻ ഫോർ തിരുവനന്തപുരമാണ്. വേരിയസ് ആണ് കാണിക്കുന്നുള്ളത്. ഓക്കെ, അതേപോലെ എന്താണ് പേരൻസ് ഡിപ്പാർട്ട്മെന്റ് ആണോ കാണിക്കുന്നുള്ളത്. തിരുവനന്തപുരത്ത് അരിച്ചേരി എക്സാം എന്ന് പറയുന്നത് തൊട്ട് മുമ്പ് പറഞ്ഞ പോലെ 20/9/2025 നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഹാൾ ടിക്കറ്റ് എന്ത് ചെയ്യും ലഭിച്ചു തുടങ്ങും. 20/9/2025 എക്സാം 3/9/2025 നിങ്ങൾക്ക് ഹാൾ ടിക്കറ്റ് ലഭിച്ചു തുടങ്ങുന്നതായിരിക്കും. ഓക്കെ, 3782 പേര് എന്ത് ചെയ്യുന്നുണ്ട്, അപേക്ഷിച്ചിട്ടുണ്ട്. 479/2022 എന്ന് പറയുന്നത് സെലക്ഷൻ ഫോർ കൊല്ലത്തേക്കാണ്. ഡയറക്ട് റിക്രൂട്ട്മെന്റ് ആണ്, വേരിയസ് പോസ്റ്റ് ആണ്, കൊല്ലത്തേക്കാണ്. അത് 3024 പേര് അപേക്ഷിച്ചിട്ടുണ്ട്. 504/2024 എന്ന് പറയുന്നത് വിശ്വകർമ്മയ്ക്കാണ്, വേരിയസ് ആണ്, വയനാടാണ് വന്നിട്ടുള്ളത്. 21 വേക്കൻസി 21 പേര് അപേക്ഷിച്ചിട്ടുണ്ട്. 715/2024 ഒക്കെ കാറ്റഗറി നമ്പറൊക്കെ പെട്ടെന്ന് നിങ്ങൾ എന്ത് ചെയ്യുക, ഓർത്ത് വെക്കുക. 715/2024 OBCക്ക് വേണ്ടിയാണ്, വേരിയസ് ആണ്, വയനാടാണ് വന്നിട്ടുള്ളത്. 39 വേക്കൻസികൾ 31 പേരാണ് അപേക്ഷിച്ചിട്ടുള്ളത്. 750/2024 ലാസ്റ്റ് ഗേഡ് സെർവന്റ് ആണ്.
ഓക്കെ, എക്സ് സർവീസ്മെൻ ആണ്. എക്സ് സർവീസ്മെനും അതേപോലെ STക്ക് ഒള്ളിയാണ് കൊടുത്തിട്ടുള്ളത്. NCC സൈനിക് വെൽഫെയറിലേക്കാണ്, കോഴിക്കോടാണ് വരുന്നത്. അത് ഈ പറഞ്ഞ 2 വേക്കൻസി മാത്രമേ ഉള്ളൂ. 778/2024 2 വേക്കൻസിയിൽ 2 പേരാണ് അപേക്ഷിച്ചിട്ടുള്ളത്. 778/2024 മുസ്ലിങ്ങൾക്കാണ്. ഓക്കെ, കേരള സ്റ്റേറ്റ് വാട്ടർ ട്രാൻസ്പോർട്ടിലേക്കാണ് വന്നിട്ടുള്ളത്. ഓക്കെ, അതായത് നമ്മുടെ എന്താണ് KSRTC പോലെ കേരള വാട്ടർ ട്രാൻസ്പോർട്ട് സ്റ്റേറ്റ് വൈഡാണ് വന്നിട്ടുള്ളത്. മൊത്തത്തിൽ 170 പേര് എന്ത് ചെയ്തിട്ടുണ്ട്, അപേക്ഷിച്ചിട്ടുണ്ട്. അതാണ് 812/2024 കാറ്റഗറി നമ്പർ നോക്കിക്കഴിഞ്ഞാൽ അത് ഇതേപോലെ NC OBCക്ക് വേണ്ടിയാണ്, വേരിയസ് പോസ്റ്റാണ്, പാലക്കാടാണ് വന്നിട്ടുള്ളത്. 120 പേര് എന്ത് ചെയ്യുന്നുണ്ട്, മൊത്തത്തിൽ അപേക്ഷിച്ചിട്ടുണ്ട്. ഓക്കെ, അടുത്ത് നോക്കിക്കഴിഞ്ഞാൽ 514/2024 ട്രെയിൻസ്മാൻ പോളിമർ ടെക്നോളജിയാണ്. ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് സ്റ്റേറ്റ് വൈഡ് 22/9/2025 എക്സാം എന്ന് പറയുന്നത്. 8/9/2025 നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നത്, ഹാൾ ടിക്കറ്റ് ലഭിക്കുന്നത്. OMR 100 മാർക്കാണ്. ഇംഗ്ലീഷാണ്. 1 മണിക്കൂർ 30 മിനിറ്റ് ഉണ്ട്. 4600 പേര് അപേക്ഷിച്ചിട്ടുണ്ട്. തൊട്ട് താഴെയായിട്ട് 033/2024 നോക്കാം. അതേപോലെ 238/2024, 385/2024 നോക്കി കഴിഞ്ഞാൽ സ്റ്റേറ്റ് വൈഡ് ആണ് വരുന്നത്. അത് ഈ എക്സാം ആണ്. നമ്മൾ എന്ത് ചെയ്യുക, തൊട്ട് രാവിലെ പറഞ്ഞ പോലെ എന്ത് ചെയ്യുക, അല്ല രാവിലെ അല്ല, നമ്മൾ എന്താണ് കുറച്ച് നേരം മുമ്പ് ഓക്കെ നമ്മൾ പറഞ്ഞ പോലെ എന്താ പോസ്റ്റ്പോൺ ചെയ്തു. നമ്മൾ ആദ്യം വീഡിയോ തുടങ്ങിയപ്പോൾ തന്നെ പറഞ്ഞിരുന്നത് പോസ്റ്റ്പോൺ ചെയ്തു എന്ന് പറയുന്നത്. അത് ഈ പറഞ്ഞ പോസ്റ്റാണ് പറയുന്നത് പോസ്റ്റ്പോൺ ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഓക്കെ, അടുത്ത് നോക്കിയാൽ 022/2024, അതേപോലെ 305/2024, 451/2024 എന്ന് പറയുന്നതാണ്. ഒന്നെന്ന് പറഞ്ഞാൽ അസിസ്റ്റന്റ് ഗ്രേഡ് 2, അതിന് അസിസ്റ്റന്റ് ഗ്രേഡ് 2 ഡയറക്ട് റിക്രൂട്ട്മെന്റ് OBC മുസ്ലിം, ജൂനിയർ അസിസ്റ്റന്റ് എന്നിവ തസ്തികയിലേക്ക് കേരള സ്റ്റേറ്റ് ഹൗസിംഗ് ബോർഡിലേക്കാണ് വന്നിട്ടുള്ളത്. ആദ്യത്തെ 2 തൊട്ട് താഴെ കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രി എന്റർപ്രൈസസിലേക്കാണ് വന്നിട്ടുള്ളത്. സ്റ്റേറ്റ് വൈഡാണ് 3 എക്സാമുകൾ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ 24/9/2025 എന്ത് പറയുന്നത് ഇവിടെ എക്സാം വരുന്നത്. 10/9/2025 നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഹാൾ ടിക്കറ്റ് ലഭിച്ചു തുടങ്ങും. OMR 100 മാർക്കിനാണ്. പാർട്ട് 1, 2, 3 എന്നീ പാട്ടുകൾ എന്ത് ചെയ്യും, ഇംഗ്ലീഷിലും. അതേപോലെ തന്നെ പാർട്ട് 4, 6 എന്നീ പറഞ്ഞ ഇംഗ്ലീഷിലും, പാർട്ട് 5 എന്ന് മലയാളം, തമിഴ്, കന്നഡ എന്നീ ഭാഷകളായിരിക്കും ഉണ്ടായിരിക്കുക. 1 മണിക്കൂർ 30 മിനിറ്റ് ആയിരിക്കും. 1714 വരേക്കും ഉണ്ടായിരിക്കുന്നത്. ഓക്കെ, തൊട്ട് താഴെ നോക്കിയാൽ 942, 603 എന്നീ പറയുന്ന എന്ത് ചെയ്യാം രീതിയിൽ ആളുകൾ അപേക്ഷിച്ചിട്ടുള്ളതായിട്ട് താഴെ കാണാൻ പറ്റുന്നുണ്ടല്ലോ. അത് തൊട്ട് മുമ്പായിട്ട് തന്നെ 449/2024, 450/2024. ഓക്കെ, 2024 ഫീൽഡ് ഓഫീസറാണ്. ഓക്കെ, 449, 450, 784 നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. ആദ്യത്തെ 2 നോക്കാം. 449/2024 ഫീൽഡ് ഓഫീസറാണ്. കേരള ഫോറസ്റ്റ് എന്താണ് ഡെവലപ്മെന്റ് കോർപ്പറേഷനിൽ സ്റ്റേറ്റ് വൈഡായിട്ട് വരുന്നതാണ്. 25/9/2025 ആയിരിക്കും എക്സാം വരുന്നത്. ഓക്കെ, അതേപോലെ തന്നെ 11/9/2025 എന്ത് കിട്ടും, അഡ്മിഷൻ ടിക്കറ്റ്, ഹാൾ ടിക്കറ്റ് കിട്ടും. 100 മാർക്കിന് എക്സാം വരുന്നത്. തൊട്ട് മുമ്പ് പാർട്ട് 1ഉം അതേപോലെ എന്താണ് പാർട്ട് 7 എന്ത് ചെയ്യും, ഇംഗ്ലീഷ് ആയിരിക്കും. പാർട്ട് 8 എന്ന് പറയുന്നത് മലയാളം, തമിഴ്, കന്നഡ എന്നീ ഭാഷകളായിരിക്കും. 1 മണിക്കൂർ 30 മിനിറ്റ് ഉണ്ട്. 2346 പേര് അപേക്ഷിച്ചിട്ടുണ്ട്. ഓക്കെ, അടുത്തത് 785/2024, 786/2024, 787/2024 എന്നീ കാറ്റഗറി നമ്പർ നോക്കുകയാണെങ്കിൽ ഫീൽഡ് ഓഫീസറാണ്. മുസ്ലിം, ഹിന്ദു, നാടാര്, അതേപോലെ വിശ്വകർമ്മ എന്നീ കാറ്റഗറി പെടുന്നവർക്കാണ്. കേരള ഫോറസ്റ്റ് ഡെവലപ്മെന്റ് കോർപ്പറേഷനിൽ സ്റ്റേറ്റ് വൈഡ് ആയിട്ട് ഈ പറഞ്ഞ 25/9/2025, 11/9/2025 എന്ത് ചെയ്യും, നിങ്ങൾക്ക് ഹാൾ ടിക്കറ്റ് ലഭിച്ചു തുടങ്ങും. നിങ്ങൾക്ക് 25/9/2025 നിങ്ങൾക്ക് എന്ത് ചെയ്യും, എക്സാം ഉണ്ടായിരിക്കുന്നതായിരിക്കും. രാവിലെ 7 മണി തൊട്ട് 8:50 വരെയാണ് എക്സാം. ഓക്കെ, 8:50 വരെയാണ് എക്സാം. അതുകൊണ്ട് കഴിവതും നേരത്തെ പോകാൻ ശ്രമിക്കുക. OMR നോക്കുകയാണെങ്കിൽ 100 മാർക്കിനാണ് എന്ത് ചെയ്യുന്നത്, എക്സാം ഉള്ളത്. ഓക്കെ, മൊത്തം 100 മാർക്കിന് എക്സാം. പാർട്ട് 1, അതേപോലെ പാർട്ട് 7 എന്നിവ ഇംഗ്ലീഷിലും, പാർട്ട് 8 എന്ന് പറഞ്ഞാൽ മലയാളം, തമിഴ്, കന്നഡ എന്നീ ഭാഷകളായിരിക്കും. 3 ഒരേപോലെ ആയിരിക്കും വരുന്നത്. 1 മണിക്കൂർ 30 മിനിറ്റ് ആണുള്ളത്. എന്താണ് ആദ്യത്തിനകത്ത് 147, 164, 471 പറയുന്ന കാറ്റഗറികൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാണാൻ പറ്റുന്നുള്ളൂ. ഇത്രയും പേരാണ് എന്ത് ചെയ്തിട്ടുള്ളത്, അപേക്ഷിച്ചിട്ടുള്ളത്. അടുത്തത് 045/2024 കാണപ്പെടുന്ന ഇലക്ട്രീഷ്യൻ ഡയറക്ട് റിക്രൂട്ട്മെന്റ് ആണ്. അഗ്രികൾച്ചർ ഡെവലപ്മെന്റ് ആൻഡ് ഫാമേഴ്സ് വെൽഫെയർ ആണ്. പാലക്കാട്, മലപ്പുറം, കണ്ണൂർ എന്നീ ജില്ലകളിൽ 26/9/2025 എക്സാം. 100 മാർക്കിന് ഇംഗ്ലീഷ്. 1 മണിക്കൂർ 30 മിനിറ്റ് ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. ഓക്കെ, അടുത്തത് 197/2024, 197/2024 ഇലക്ട്രീഷ്യൻ ഡയറക്ട് റിക്രൂട്ട്മെന്റ് ആണ്. ഫാർമസ്യൂട്ടിക്കൽ കോർപ്പറേഷൻ കേരള ലിമിറ്റഡ് സ്റ്റേറ്റ് വൈഡിനാണ്. അതേപോലെ 26/9/2025 ഈ പറയുന്ന എല്ലാ ദിവസത്തെയും എന്ത് പറയുക എക്സാം നടക്കുന്നത്. ഈ കോളത്തിൽ വരുന്ന എല്ലാം എന്താണ് 26/9/2025 എക്സാം നടക്കുന്നത്.
12/9/2025 എന്ത് ചെയ്യും, നിങ്ങൾക്ക് ഹാൾ ടിക്കറ്റ് ലഭിച്ചു തുടങ്ങുന്നതായിരിക്കും. ഓക്കെ, 100 മാർക്കിനായിരിക്കും എക്സാം എന്ന് പറയുന്നത്. ഓക്കെ, ഇംഗ്ലീഷിലായിരിക്കും. 1 മണിക്കൂർ 30 മിനിറ്റ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, അതേപോലെ തൊട്ട് മുമ്പ് പറഞ്ഞതിൻ്റെ ബാക്കിയാണ് ഇത്. 26/9/2025 നടക്കുന്ന എക്സാമാണ്. കാറ്റഗറി നമ്പർ 594/2024, 746/2024 എന്നീ പറഞ്ഞ കാറ്റഗറി നമ്പറിൽ ഇലക്ട്രീഷ്യൻ ഡയറക്ട് റിക്രൂട്ട്മെന്റ് ആണ്. ആയുർവേദ മെഡിക്കൽ ഫൗണ്ടേഷനിലേക്കും കേരള സ്റ്റേറ്റ് പോൾട്രി ഡെവലപ്മെന്റ് എന്നീ പറയുന്ന രണ്ട് കാറ്റഗറിയിലേക്കായിരിക്കും, ഡിപ്പാർട്ട്മെന്റിലേക്കായിരിക്കും നിങ്ങൾ എന്ത് വിളിക്കുന്നത്. 12/9/2025 എന്ത് ചെയ്യും, നിങ്ങൾക്ക് ഹാൾ ടിക്കറ്റ് ലഭിച്ചു തുടങ്ങും. ഇപ്പോൾ 26/9/2025 എന്ത് ചെയ്യും, എക്സാം ഉണ്ടായിരിക്കുന്നതായിരിക്കും. 7 മണി തൊട്ട് 8:50 വരെയാണ് എക്സാം. കഴിവ് നേരത്തെ പോകാൻ ശ്രമിക്കുക. 100 മാർക്കിനുള്ള എക്സാം ഇംഗ്ലീഷ് ആയിരിക്കും. 1 മണിക്കൂർ 30 മിനിറ്റ് ഉണ്ടായിരിക്കുന്നതായിരിക്കും. അതുപോലെ എന്താണ് എത്രത്തോളം വേക്കൻസി ഉണ്ടെന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവിടെ നോട്ടിഫിക്കേഷൻ കേരള പബ്ലിക് സർവീസ് കമ്മീഷന്റെ നോട്ടിഫിക്കേഷൻ എന്ത് ചെയ്യാൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. 576/2024, 577/2024 പറഞ്ഞ കാറ്റഗറി നമ്മൾ നോക്കുകയാണെങ്കിൽ അസിസ്റ്റന്റ് ഓഡിറ്റർ ഡയറക്ട് റിക്രൂട്ട്മെന്റ് ആണ് രണ്ടും വന്നിട്ടുള്ളത്. 2 മെയിൻസ് എക്സാമിനേഷൻ ആണ്. ഗവൺമെന്റ് സെക്രട്ടേറിയറ്റ്, കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ, അഡ്വക്കേറ്റ് ജനറൽ ഓഫീസ് എറണാകുളം, സ്റ്റേറ്റ് ഓഡിറ്റ് ഡിപ്പാർട്ട്മെന്റ്, ഓഫീസ് ഓഫ് ദ വിജിലൻസ് ട്രിബ്യൂണൽ, ഓഫീസ് ഓഫ് ദ എൻക്വയറി കമ്മീഷൻ ആൻഡ് സ്പെഷ്യൽ ജഡ്ജിന് കീഴിൽ സ്റ്റേറ്റ് വൈഡ് ആയിട്ട് വരുന്ന എക്സാം ആണ്. ഓക്കെ, പേപ്പർ 1, 2 എന്നിപ്പോൾ 2 രീതിയിലെ എക്സാം വരുന്നത്. 27/9/2025 എക്സാം വരുന്നത്. 12/9/2025 നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഹാൾ ടിക്കറ്റ് ലഭിച്ചു തുടങ്ങും. OMR പേപ്പർ 1 100, പേപ്പർ 2 100, അങ്ങനെ മൊത്തത്തിൽ 200 മാർക്കിനാണ് എക്സാം വരുന്നത്. പേപ്പർ 1 to 10 എന്ന് പറയുന്നത് ഇംഗ്ലീഷിലും അതേപോലെ തന്നെ മലയാളം, തമിഴ്, കന്നഡ എന്നീ ഭാഷകളിലും. ഓക്കെ, ബാക്കിയുള്ളത് എന്ത് ചെയ്യാൻ പറ്റും, കൂടെ കാണാൻ പറ്റുന്നുണ്ടല്ലോ. 1 മണിക്കൂർ 30 മിനിറ്റ് എന്ത് ചെയ്യാൻ പറ്റും ഓരോ പേപ്പറിനായിട്ട് ലഭിക്കുന്നതായിരിക്കും. 735/2024 വെൽഡർ ഡയറക്ട് റിക്രൂട്ട്മെന്റ് ആണ്. സ്റ്റേറ്റ് വാട്ടർ ട്രാൻസ്പോർട്ടിനകത്ത് കീഴിൽ സ്റ്റേറ്റ് വൈഡ് വരുന്നതായിരിക്കും. ഓക്കെ, മൊത്തത്തിൽ 29/9/2025 എന്ത് ചെയ്യും, നിങ്ങൾക്ക് എന്ത് വരുന്നതായിരിക്കും, എക്സാം വരുന്നതായിരിക്കും. 15/9/2025 എന്ത് ചെയ്യും, നിങ്ങൾക്ക് ഹാൾ ടിക്കറ്റ് ലഭിച്ചു തുടങ്ങും. 100 മാർക്കാണ് എക്സാം. ഇംഗ്ലീഷിലായിരിക്കും. 1 മണിക്കൂർ 30 മിനിറ്റ് ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. 2457 എന്ത് ചെയ്യുന്നുണ്ട്, പേര് അപേക്ഷിച്ചായിട്ട് അത് കാണുന്നുണ്ട്. ഓക്കെ, അതേപോലെ തൊട്ട് താഴെ കാണാൻ പറ്റും 080/2024 ഫാർമസിസ്റ്റിനകത്താണ് വന്നിട്ടുള്ളത്. ഫാർമസിസ്റ്റ് അപേക്ഷിച്ചിട്ടുള്ളതാണ്. ഹോമിയോപ്പതിയാണ്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശ്ശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്. വയനാടും കണ്ണൂരും കാസർഗോഡും ഇല്ല, ബാക്കിയെല്ലാം ഉണ്ട്. ഓക്കെ, അപ്പോൾ 30/9/2025 ഈ പറഞ്ഞ എക്സാമ്പിൾ എന്ന് പറയുന്നത്. 16/9/2025 എന്ത് ചെയ്യും, നിങ്ങൾക്ക് 2025 നിങ്ങൾക്ക് എന്ത് ലഭിക്കും, ഈ പറയുന്ന ഹാൾ ടിക്കറ്റ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. 100 മാർക്കിന്റെ എക്സാം ഇംഗ്ലീഷിലാണ്. 1 മണിക്കൂർ 30 മിനിറ്റ് നിൽക്കും. 1 മണിക്കൂർ 30 മിനിറ്റ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. നമ്മൾ പറഞ്ഞാൽ പൂജ അതിൻ്റെ വാക്കാണ് ഈ കാണപ്പെടുന്നത്. ഓക്കെ ആണല്ലോ, അതിൻ്റെ വാക്കാണ് ഇത്. അതേ ദിവസം തന്നെ 30/9/2025 ഒക്കെ നടക്കുന്നത്. 16/9/2025 എന്ത് ചെയ്യും, നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അടുത്തത് 352, 353, 354, 355, 356, 454, 454/2024 ഈ പറയുന്ന കാറ്റഗറി നോക്കാം. 352 മുതൽ 356 വരെയും 454 എന്നീ പറയുന്ന കാറ്റഗറി നമ്പറിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ കാണാൻ പറ്റും. ഫാർമസിസ്റ്റ് ആണ്. ഹോമിയോപ്പതി കീഴിലാണ്. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, വയനാട്, പാലക്കാട്, തൃശ്ശൂർ, മലപ്പുറം എന്നീ സ്ഥലങ്ങളിൽ 30/9/2025 എക്സാം ഉണ്ടായിരിക്കുന്നതായിരിക്കും. 16/9/2025 നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഹാൾ ടിക്കറ്റ് ലഭിച്ചു തുടങ്ങും. ഓൺലൈൻ മൊത്തത്തിൽ 100 മാർക്കിനായിരിക്കും എന്ത് പറയുക എക്സാം എന്ന് പറയുന്നത്. ഇംഗ്ലീഷിലായിരിക്കും എക്സാം. 1 മണിക്കൂർ 30 മിനിറ്റ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. തൊട്ട് താഴത്ത് 325/2024, അതുപോലെ 529/2024 എന്നീ പറയുന്ന 2 തസ്തികകളായിട്ട് നിങ്ങൾക്ക് കാറ്റഗറി നമ്മൾ കാണാൻ പറ്റും. അതുപോലെ കെമിസ്റ്റ് ആണ്. കെമിസ്റ്റ് ഡയറക്ട് റിക്രൂട്ട്മെന്റ് ആണ്. കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ക്വയർ മാർക്കറ്റിംഗ് ഫെഡറേഷൻ സ്റ്റേറ്റ് വൈഡ് 30/9/2025 ട്യൂസ്ഡേയിൽ 10 മണി തൊട്ട് 12 വരെ ആയിരിക്കും എക്സാം എന്ന് പറയുന്നത്. 16/9/2025 നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഹാൾ ടിക്കറ്റ് ലഭിച്ചു തുടങ്ങും. 100 മാർക്കിനാണ്. ഇംഗ്ലീഷാണ്. 1 മണിക്കൂർ 30 മിനിറ്റിലേക്ക് ലഭിക്കുന്നതായിരിക്കും. 529/2024 കൺസർവേഷൻ ഓഫീസർ സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് ഫോർ SSC ആൻഡ് ST ആണ് കൊടുത്തിട്ടുള്ളത്. SSC കീഴിലാണ് വന്നിട്ടുള്ളത്. സ്റ്റേറ്റ് ആർക്കൈവ്സ് ഡിപ്പാർട്ട്മെന്റിന് കീഴിലാണ്. സ്റ്റേറ്റ് വൈഡ് ആണ്. 30/9/2025 എന്ന് പറയുന്നത് എക്സാം വരുന്നത്. ഓക്കെ ആണല്ലോ. അതേപോലെ നമ്മുടെ കമ്പനി ബോർഡ് LGSന് വേണ്ടി നമ്മുടെ ASLB അക്കാഡമി ഒരു ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒന്നെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് നമ്മുടെ പ്ലേ സ്റ്റോറിൽ ആപ്പ് സ്റ്റോറിൽ നമ്മുടെ ആപ്പ് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് അവിടെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്. നമ്മുടെ പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ലൈവ് ക്ലാസ്സസ് ഉണ്ട്, റെക്കോർഡ് ക്ലാസ്സസ് ഉണ്ട്. അതേപോലെ തന്നെ നമ്മുടെ സ്പെഷ്യൽ ടോപ്പിക് റിവിഷൻസും സെക്ഷൻസ് ഒക്കെ ഉണ്ട്. അതുപോലെ എല്ലാ ദിവസവും നിങ്ങൾക്ക് സ്റ്റഡി പ്ലാൻ തിരഞ്ഞെടുക്കാൻ അടിസ്ഥാനപ്പെട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പഠിക്കാൻ പറ്റുന്നതാണ്. അതുപോലെ എല്ലാ ദിവസവും എന്ത് ചെയ്യും, കറണ്ട് അഫയേഴ്സ് സെക്ഷൻസ് ഉണ്ട്. കറണ്ട് അഫയേഴ്സ് എന്ത് ചെയ്യും, നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്ത് പോകാവുന്നതാണ്. ഓക്കെ,
മെന്റർഷിപ്പ് സപ്പോർട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതേപോലെ മോട്ടിവേഷൻ സെക്ഷൻസ് ഉണ്ട്. അതേപോലെ തന്നെ എല്ലാ മൊത്തത്തിൽ ഫുൾ സിലബസ് നമ്മൾ എന്ത് ചെയ്യും, കവർ ചെയ്തിട്ടായിരിക്കും മുന്നോട്ടേക്ക് പോകുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ നിങ്ങൾ എല്ലാ സംശയം നമ്മൾ കവർ ചെയ്തിട്ടായിരിക്കും പോകുക. അതേപോലെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഓക്കെ, നിങ്ങൾക്ക് അറിയാമായിരിക്കും ഒരു എക്സാം ഒക്കെ ക്ലിയർ ചെയ്യണമെങ്കിൽ പ്രീവിയസ് ക്വസ്റ്റ്യൻസിൻ്റെ ഒക്കെ എത്രത്തോളം എന്ത് ചെയ്യുക ഉപകാരം ഉണ്ടെന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാം, എല്ലാ വർഷത്തെ എന്താണ് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യാം നമ്മൾ ഡിസ്കസ് ചെയ്ത് നിങ്ങൾ എന്ത് ചെയ്യുക അതിന് പ്രാപ്തരാക്കിയിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത് നമ്മുടെ എക്സാമിന് വിടുന്നതെന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക കോഴ്സിന് ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ASLB അക്കാഡമിയുടെ ആപ്പ് നിങ്ങൾക്ക് എന്ത് ചെയ്യുക പ്ലേ സ്റ്റോറിൽ ആപ്പ് സ്റ്റോറിൽ എന്ത് ചെയ്യുക അവൈലബിൾ ആണ്. അതല്ല നിങ്ങൾക്ക് ഈ കോഴ്സിനെ കുറിച്ച് ഒരുപാട് സംശയങ്ങളുണ്ട്, എങ്ങനെ കയറണമെന്ന് അറിയില്ല, ഓക്കെ എങ്ങനെ പഠിച്ചു തുടങ്ങണമെന്ന് അറിയില്ല, അങ്ങനെയുള്ളതാണ്, അല്ലെങ്കിൽ എന്ത് ചെയ്യുക കോഴ്സിനെ കുറിച്ച് അറിയണം, അല്ലെങ്കിൽ അക്കാഡമിയെ കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ ഈ മുകളിൽ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ 9995467246 എന്ന നമ്പറിലേക്ക് നിങ്ങൾ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടെ സംശയങ്ങളെല്ലാം എന്ത് ചെയ്യും നമ്മൾക്ക് ദൂരീകരിച്ച് തന്നെയായിരിക്കും. ഓക്കെ, ഇത്രയും നമ്മുടെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ നന്ദി ആശംസിച്ചുകൊള്ളുന്നു. ഓക്കെ, നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല പെട്ടെന്ന് തന്നെ ഒരു ജോലി കിട്ടട്ടെ എന്ന് ഇന്ത്യ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു. അപ്പോൾ പറഞ്ഞ് ഓർക്കേണ്ട ഈ കാറ്റഗറി നമ്പറിൻ്റെ എല്ലാം നമ്മുടെ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ എന്താണ് വെബ്സൈറ്റ് എനിക്ക് അവൈലബിൾ ആണ്. അപ്പോൾ അതെങ്ങനെ ഇൻ്റർപ്രറ്റ് ചെയ്യണമെന്നുള്ളതാണ് നമ്മൾ പൊതുവായിട്ടും പറഞ്ഞിട്ടുള്ളത്. ഓക്കെ ആണല്ലോ. ഫസ്റ്റ് കാറ്റഗറി നമ്പർ, അതേപോലെ തന്നെ ഏതാണ് പോസ്റ്റ്, അതേപോലെ തന്നെ ഏത് ഡിപ്പാർട്ട്മെൻറ്റ് കീഴിലാണ് വരുന്നത്, അതേപോലെ തന്നെ അടുത്ത് വരുന്നത് എന്താണ്, അതേപോലെ ഏത് ദിവസമാണ് എക്സാം എന്ന് പറയുന്നത്. ഓക്കെ, അതേപോലെ തന്നെയാണ് എത്ര മണി വരെ ഉണ്ടെന്ന് പറയും, ഏത് ദിവസമാണ് അതിൻ്റെ അഡ്വർടൈസ്മെൻറ്റ് അല്ലെങ്കിൽ ഹാൾ ടിക്കറ്റ് വരുന്നത്, ഏതൊക്കെയാണ് നിങ്ങളുടെ സിലബസ്, ഏതൊക്കെ പേപ്പറിലായിരിക്കും എക്സാം വരുന്നത്, എത്ര മാർക്കിനാണുള്ളത്, എത്ര മണിക്കൂർ എക്സാം ഉണ്ടെന്നുള്ള പ്രധാനപ്പെട്ട വിവരങ്ങളെല്ലാം അതിനകത്തുണ്ട്. ഓക്കെ ആണല്ലോ. ഏറെക്കുറെ അതിനകത്ത് വന്നിട്ടുള്ള എല്ലാം നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. ഓക്കെ ആണല്ലോ. അപ്പോൾ എല്ലാവർക്കും നന്ദി, താങ്ക് യു.